കണ്ണാടിയിലൂടെ മാഗ്നിഫയിങ് ഗ്ലാസ്, അതിലൂടെ നോക്കിയാൽ ചെറിയ സാധനങ്ങൾ വലുതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാ ഈഗോ വളർന്നു കഴിയുമ്പോൾ നമ്മളെ വലുതായിട്ട് നമ്മൾ കാണുക. നമ്മൾ ഓർക്കുക, ഈ കുട്ടികളുണ്ടാകുന്ന കടലാസ് തോണിയില്ലേ, അതാണ് ഈഗോ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ. കുട്ടികൾക്കത് ഉണ്ടാക്കി കഴിയുമ്പോൾ, അത് ഒഴുക്കി വിടുമ്പോൾ വളരെ സന്തോഷം തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ മുങ്ങാൻ നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ള സമയത്ത് നിനക്കുള്ള പണമായിരിക്കാം, കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം, അതുകൊണ്ട് നന്മ ചെയ്യുക. ഈഗോ കാണിച്ച് നടന്നു കഴിഞ്ഞാണ്ടല്ലോ, ഒരു നിമിഷം മതി, ഒരു രോഗം വന്നാൽ മതി ഇത് ഇല്ലാതാകാൻ, ഒന്ന് തെന്നി വീണാൽ മതി നമുക്കിതൊക്കെ നഷ്ടപ്പെടാൻ. ഉള്ള സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ ജീവിതം കൊണ്ട് സാധിക്കട്ടെ എന്നുള്ളതാണ്. എവിടെയാണോ ഈഗോ നഷ്ടപ്പെടുന്നത് അവിടെ കൃപ നിറയുള്ളൂ. ശൂന്യമാകുമ്പോഴാ ആ പാത്രത്തിൽ പുതിയ വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാ ദൈവം നമ്മളോട് പറയുന്നത്, നിന്റെ ഉള്ളിൽ നിന്ന് ഉപേക്ഷിക്കൽ നടക്കുമ്പോൾ മാത്രമാണ് നിന്നിലേക്ക് കൃപ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. പ്രാർത്ഥിക്കാം.